ഹായ് ഗൈസ്, ദിസ് ഇസ് മൈ തേർഡ് വീഡിയോ. മൂന്നാമത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ, കുറച്ച് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അങ്ങനെയല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ യു എയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. സോ ഞാൻ യു എയിൽ വരുന്നത് എൻ്റെ ഒരു ഡ്രീം ബിക്കം ട്രൂ മൊമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആക്ച്വലി അതിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ എൻ്റെ ജോബൊക്കെ പെട്ടെന്ന് നാട്ടിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് വിത്തിൻ കുറച്ച് ഡേയ്സിൻ്റെ പ്ലാനിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വന്ന് ഞാനിവിടെ വന്ന ടൈം ആരുടെ അനുഗ്രഹം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഏറ്റവും ബെസ്റ്റ് ടൈമിലാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് പേര് ഇവിടെ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതല്ല, ഞാൻ എൻ്റെ ഇത് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഒരു സമാധാനത്തിന്. ഇങ്ങനെ തന്നെയാണല്ലോ എല്ലാവർക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഞാൻ വന്ന കുറച്ച് ദിവസങ്ങളിൽ ഡെയിലി അപ്ലൈ ചെയ്യുമായിരുന്നു. ഞാൻ ഇൻഡീഡ്, ലിങ്ക്ഡിൻ, അല്ലാതെ കിട്ടുന്ന മെയിൽ IDs അങ്ങനെ എല്ലാവർക്കും കയറി അപ്ലൈ ചെയ്തിരുന്നു. സോ എനിക്ക് ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡെയിലി കോൾസ് വരുമായിരുന്നു, ഓരോ അപ്ഡേഷൻസ്. ചിലതൊക്കെ ഞാൻ എൻ്റെതായ ഒരു അഹങ്കാരം കൊണ്ട് കുറേയൊക്കെ ഒഴിവാക്കി. കുഴപ്പമില്ല, നമുക്ക് ബെറ്റർ വൺ വരും എന്നുള്ളൊരു ട്രസ്റ്റിൽ ഞാൻ കുറേ എണ്ണമൊക്കെ അങ്ങനെ ഒഴിവാക്കി കളഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോമ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് വീണ്ടും റെഡി ആവുമല്ലോ. പകുതി അപ്പോഴത്തേക്ക് വാറ് വന്നു. വാറൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴ വരുന്നു. ഇങ്ങനെ ഇതുവരെ ഇവിടെ ഇല്ലാത്ത കുറേ ഭൂകമ്പം പോലത്തെ സാധനങ്ങൾ നമ്മൾ കറക്റ്റ് ഇവിടെ എത്തിപ്പെട്ടപ്പോൾ വന്നു. ഇതിനിടയിൽ നമ്മൾ ലോക്കായി, നമുക്ക് കോൾസ് വരുന്നില്ല, അപ്ഡേഷൻസ് കിട്ടുന്നില്ല, ഒന്നുമില്ല. നമ്മൾ ആകെ സ്റ്റക്കായി പോയി. മെൻ്റലി ആണെങ്കിലും ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് മെൻ്റലി അല്ലാണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വളരെ കുറവാണ്, കാരണം ഞാനിവിടെ ഫാമിലീസിൻ്റെ കൂടെ ആയതുകൊണ്ട് അവരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ കുറേ ടൈം പോയി കിട്ടും. പക്ഷേ അല്ലാണ്ട് കുറേ പേര് ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ കുറേയൊക്കെ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. ഞാനും കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ കുറേയൊക്കെ റെഡിയായി വരുന്നുണ്ട് കോൾസൊക്കെ. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണെന്നാലും കുഴപ്പമില്ല, കുറേയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, വരുന്നുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങൾ കീപ് ട്രൈങ്. നിങ്ങൾക്ക് ഒരു ദിവസം എന്തായാലും കിട്ടും, ഞാനാണ് പറയുന്നത്. എനിക്ക് അതുപോലെ ഞാൻ കുറച്ച് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് തോന്നിയത്. ഇവിടുത്തെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ച് സിമ്പിൾ ആയ പോലെ തോന്നി. എല്ലാവർക്കും എന്താണെന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ എനിക്ക് ചോദിക്കാം. ഡൗട്ട്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആവും എന്നൊക്കെ ഉള്ള പോലെ. സോ നിങ്ങൾക്ക് മെയിൽ IDs കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണം ഹോസ്പിറ്റൽ ഫീൽഡിൻ്റെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി. എൻ്റെ കുറേ മെയിൽ IDs ഉണ്ട്, ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. സോ ഇവിടെയുള്ള ആൾക്കാർക്ക്. പിന്നെ നിങ്ങളതിൽ എന്തെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയൂ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം അറിയാത്ത ആൾക്കാരും ഉണ്ടാവും, അറിയുന്ന ആൾക്കാരും ഉണ്ടാവും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയുന്ന വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് സംസാരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.